കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ശങ്കറും ഗൗരിയും കൂടെ ഒരു ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഹോട്ടലിലെത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം ഗൗരിയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്തിനാ ഈ തിരിയൊക്കെ വെച്ചിരിക്കുന്ന? ഗൗരി പറഞ്ഞു, ഇത് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിനുള്ളതാ, അത് നമ്മൾ രാത്രിയിലാണ് തെളിക്കണേന്ന് പറയാണ്. അതെന്താ രാത്രിയില്, നമുക്ക് പകൽ തെളിച്ചാലോന്ന് ചോദിക്കുകയാണ്. ശങ്കർ എന്താ പറയണേ, പകലല്ല നമ്മൾ ചെയ്യുന്നേ, രാത്രിയിലാ, എന്നല്ലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ഇരുട്ടായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തിരിതെളിക്കുന്ന പറയാം. അതിന്റെ കാര്യം ചെയ്യാം, നമുക്ക് പകല് രാത്രി ആക്കാന്ന് പറയണം. ഗൗരിക്ക് മനസ്സിലായില്ല. ഗൗരി ശങ്കർ എന്തൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. വീട്ടർക്ക് മനസ്സിലായില്ല എന്താ കാര്യം എന്നുള്ളത്. പെട്ടെന്ന് ശങ്കർ അങ്ങോട്ട് എഴുന്നേറ്റു. എന്നിട്ട് ചുറ്റും കുറെ ആൾക്കാർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അവരോടെല്ലാം പറഞ്ഞു, അതെ ചേട്ടന്മാരൊന്ന് സഹായിക്കണം കേട്ടോ, ഞങ്ങൾക്കൊന്നും പ്രണയാർദ്രമായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ടൂടെ വേണം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ലൈറ്റ് എല്ലാം ഒന്ന് ഓഫ് ചെയ്തോട്ടെ. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മളെല്ലാവരുടെയും ടേബിളിന് മുന്നിൽ കൂടെ തിരിയുണ്ട്, ആ തിരി കത്തിച്ചു വെക്കും. അപ്പൊ എല്ലാവർക്കും നല്ല പ്രകാശം കിട്ടും. അപ്പൊ നമുക്കൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അങ്ങോട്ട് കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്തുള്ള ആ ഒരു ഫുഡ് കഴിക്കുക, അതാണ് ശങ്കർ ഉദ്ദേശിച്ചത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പറഞ്ഞു, ആ കുഴപ്പമൊന്നുമില്ല എന്നൊരു ചേട്ടൻ പറയണം. എന്നാൽ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണം. പെട്ടെന്ന് ലൈറ്റ് എല്ലാം കൂടെ ഓഫായി, മൊത്തം മെഴുകുതിരിന്ന് തെളിഞ്ഞു. ഗൗരിക്ക് അത്ഭുതമായിരുന്നു ഇതൊക്കെ കണ്ടിട്ട്. ഗൗരി പറഞ്ഞു, ശങ്കർ ഒരു പ്രസ്ഥാനം തന്നെ കേട്ടോ, സമ്മതിച്ചു വന്നിരിക്കുന്നു പറയാണ്. ശങ്കറിന് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ശങ്കർ ഒരു റയർ പീസ് തന്നെയാ. ശങ്കറെ സൃഷ്ടിക്കാതെ ദൈവം കുറെ സമയം എടുത്ത് കാണുന്നു പറയാം. അല്ല എന്താ, അല്ല ഇങ്ങനത്തെ ഒരു പീസല്ലേ, ഇതിനെ സൃഷ്ടിക്കാനായിട്ട് കുറെ സമയം വേണമല്ലോ എന്ന് പറയാം. അത് പിന്നെ അങ്ങനെ അല്ലാതെ ഇരിക്കുവോ എന്നൊക്കെ ശങ്കറും പറയുന്നുണ്ട്. പിന്നീട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരി ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചാട്ട് ശങ്കറേന്ന് ചോദിക്കാം. ശങ്കറിന് പുറകെ പെണ്ണുങ്ങളും എല്ലാം നടന്നിട്ടുണ്ടോന്ന് ചോദിക്കുക. പെണ്ണുങ്ങളോ എന്താ അങ്ങനെ ചോദിച്ചാൽ, അല്ല ശങ്കറിനെ കാണാൻ ഭംഗിയുണ്ടല്ലോ അതുകൊണ്ട്. ഓ അങ്ങനെ, അത് അല്ല ശങ്കർ എന്നോട് ചോദിച്ചിട്ടില്ലേ നിനക്ക് കോളേജിൽ പഠിക്കുമ്പോൾ പ്രണയം ഉണ്ടായിരുന്നോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ശങ്കറിനോട് ചോദിച്ചതെന്ന് പറയണം. അങ്ങനെ ഇപ്പൊ ചോദിച്ചാൽ എനിക്കങ്ങനെ ഒരു പെൺകുട്ടികളോട് അങ്ങനെ അധികം ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ലെന്ന് പറയാം. അത് കള്ളം, അങ്ങനെ പറയായിരുന്നു പറയണം. ആരും ഇതായിട്ട് നോക്കിയിട്ടില്ല. നോക്കിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ നോക്കിയിട്ടുണ്ട്. ആ വിമല കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവളെ എന്നെ നോക്കുമായിരുന്നു ഇടയ്ക്ക്. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ, പിന്നെ ആരും ഇല്ലേന്ന് ചോദിക്കാണ്. ആ പിന്നെയുണ്ട്, അമ്മയുടെ ഒരു ബന്ധത്തിലുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു, അവൾ നന്നായിട്ട് പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പം അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അറിയാം. ഇത് കേട്ടതും ഗൗരിയുടെ മുഖം അങ്ങോട്ട് മാറി. അപ്പൊ അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ. അപ്പൊ ശങ്കറിന് എങ്ങനെയായിരുന്നു കുട്ടിയോടെന്ന് ചോദിക്കുകയാണ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടക്കുറവോ ഇഷ്ടക്കൂടലോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പറയണേ. പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ മീശയായിരുന്നു പറയാം. ഗൗരിക്ക് അങ്ങോട്ട് അസൂയ വരുത്തും. അതെ ശങ്കു നീ മീശ കൊള്ളത്തില്ലെന്ന് പറയണം. മനസ്സിലായി. ഇനി അധിക സമയം നിന്റെ മുഖത്ത് നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിലേ മിക്കവാറും നീ എന്റെ താടിയും അടിച്ച് എന്റെ തല മുട്ടയും കൂടെ അടുപ്പിക്കൂന്ന് പറയാണ്. എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ ശങ്കറിന്റെ ഉള്ളിലുണ്ടോ, ശങ്കർ ആരെയും പ്രണയിച്ചിട്ടുണ്ടോ, എന്താ തുറന്നു ശങ്കറിനെ കൊണ്ട് പറയിക്കണം. എങ്ങനെ അത് അറിഞ്ഞാൽ പറ്റുള്ളൂ. ശങ്കർ പറഞ്ഞു, ഈ ടോപ്പിക്ക് നമുക്ക് ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാം, നിന്റെ പോക്ക് കണ്ട് അത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല ഞാൻ ചോദിച്ചാൽ എന്താ തെറ്റ്, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഉള്ളിൽ ഒരാൾ മാത്രമേ കാണാവുള്ളൂ, ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ മുഖം മാത്രമേ കാണാവുള്ളൂ എന്ന് പറയാം. പിന്നെ എപ്പോഴെല്ലാരും അങ്ങനെയല്ലേ ചോദിക്കുകയാണ്. എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല, എന്റെ ശങ്കുവിന്റെ മനസ്സ് ഞാൻ മാത്രം മതി എന്ന് പറയണം. ആളങ്ങ് ടോക്സിക് ആയല്ലോ എന്ന് ഗൗരിയോട് ശങ്കർ പറയുകയും ചെയ്യണം. പിന്നീട് ശങ്കർ പറഞ്ഞു, അതെ എന്നാ നമുക്ക് ഇങ്ങോട്ട് ഫുഡ് കഴിക്കാം, ഇനി ശരിയാവത്തില്ലെന്ന് പറയണം. ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ മറ്റൊരു കാര്യം പറയാനും കൂടെ വേണ്ടിയാ. എന്ത് കാര്യ, നമുക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കണ്ടേ, നമുക്ക് റിലാക്സ് ചെയ്യണ്ടേന്ന് ചോദിക്കും. എങ്ങോട്ട്, നമ്മൾ ഇന്നാൾ ഹണിമൂൺ ട്രിപ്പ് പോയിട്ട് അതും കൂടെ ശരിയായില്ല, ഈ തവണ നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് പോകണം, സെക്കൻഡ് ഹണിമൂൺ ട്രിപ്പ് എന്ന് പറയണം. ഗൗരി പറഞ്ഞു, നമുക്കെന്നാ വേണീനെയും ആദർശേട്ടനെയും കൂട്ടിയാലോ, അത് നല്ല ഐഡിയ എന്ന് പറയും. എന്നൊരു കാര്യം ചെയ്യാം, ശങ്കു വേണീനെ നിന്ന് വിളിച്ചു നോക്കാൻ പറയണം. പിന്നീട് ശങ്കരൻ വേണ്ട ഫോണിലേക്ക് വിളിക്കുകയാണ്. ഇത് ശങ്കർ ബായി ആണല്ലോ, എന്താ പോലും വിശേഷിച്ച്, അല്ല എന്താ എന്ത് പറ്റി ഇങ്ങോട്ട് കോള് വിളിക്കാനായിട്ട്, പതിവില്ലാത്ത ആണല്ലോ എന്ന് ചോദിക്കുകയാണ്. അതെന്നാ നിന്നെ വിളിക്കാനായിട്ട് എനിക്കിപ്പോ പെർമിഷൻ വേണം നിൽക്കും. അല്ല അങ്ങനെയൊന്നും വിളി കണ്ടിട്ടേ ഇല്ല. നമ്മളെയൊക്കെ മറന്ന മട്ടായിരിക്കും, പുതിയ ജീവിതമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ തന്നെ വേണി പറയണം. അങ്ങനെ എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമോ, പിന്നെ നിനക്ക് സുഖമാണോ വേണിമോളെന്ന് ചോദിക്കും. പിന്നെ സുഖമാണോന്നോ, അവിടെ എല്ലാവരും എന്നെ എടുക്കണൊക്കെ ചോദിക്കണം. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അതെ ഞാൻ വിളിച്ചൊരു കാര്യം പറയാനെന്ന് പറയും. എന്ത് കാര്യം പറയാനാന്ന് ചോദിക്കുകയാണ്. നമ്മൾ ഇന്നാളൊരു ഹണിമൂൺ ട്രിപ്പ് പോയില്ലേ, അപ്പൊ അതുപോലെ ഒരു ട്രിപ്പ് നമുക്കോട് പ്ലാൻ ചെയ്താലോ, ഞാനും ആദർശും നെയ്യും ഗൗരി, നമ്മൾ 4 പേരും മാത്രമായിട്ട്. സംഗതിയൊക്കെ ശരി തന്നെ, എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് വരാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആദർശേട്ടൻ വരുമോന്ന് അറിയത്തില്ല. അതെന്താ, ആദർശേട്ടൻ എന്തോ എക്സാം ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നു. അപ്പൊ ആള് ഭയങ്കര
പഠിത്തത്തിലാ. അതുകൊണ്ട് മൂപ്പരുടെ അടുത്തേക്ക് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ ചീത്ത കേൾക്കും. പിന്നെ ഞാൻ ചോദിച്ചു നോക്കാം, വരുവാണെങ്കിൽ നമുക്ക് പോകാന്ന് പറയാം. ശരി ശരി, നീ ചോദിച്ചിട്ട് പറയണം കേട്ടോ, എനിക്ക് പ്ലാൻ ചെയ്യാനാന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. പിന്നീട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് വേണി നിൽക്കുവാണ്. ഈ സമയത്താണെങ്കിലും മുത്തശ്ശിയും നന്ദിനിയമ്മയും വരുന്നേ. മുത്തശ്ശി പക്ഷെ എന്ത് പറ്റി എൻ്റെ മോക്ക്, മുഖം ആകെപ്പാടെ വല്ലാതിരിക്കുന്നല്ലോ എന്ന് ചോദിക്കണം. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട് മുത്തശ്ശി എന്ന് പറയണം. എന്ത് പ്രശ്നമാണെന്ന് നന്ദിനിയമ്മ ചോദിക്കുക. അതെ, പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പൊ കാര്യമില്ല, കാര്യം എന്തായാലും പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറയാണ്. അതാ അതെ, ഗൗരിയും ശങ്കറും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്ന പറയാം. അതിന് അപ്പം ഞങ്ങളെയും കൂടെ കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ ആദർശേട്ടനെയും കൂടെ 4 പേരും കൂടെ കൂടിയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുക. പക്ഷേ പോകാൻ പറ്റില്ല. അതെന്താ പോകാൻ പറ്റില്ലാതെ? ആദർശേട്ടൻ എന്തോ എക്സാം ഒക്കെ അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അപ്പൊ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ആദർശേട്ടൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ എന്നെ ചീത്ത പറയുള്ളൂ നന്ദിനിയമ്മയെന്ന് പറയണം. ഇതാണോ പ്രശ്നം? മുത്തശ്ശി നീ ധൈര്യമായിട്ടിരിക്കുക, നിനക്ക് ട്രിപ്പ് പോയ പോരെ. ഈ മുത്തശ്ശി ആ കാര്യം ഏറ്റു. ആദർശന് എത്ര തിരക്കുണ്ടേലും ആദർശനെ കൊണ്ട് ഈ മുത്തശ്ശി സമ്മതിപ്പിച്ചോളാന്ന് പറയാം. എൻ്റെ ചക്കര മുത്തശ്ശി എന്ന് പറഞ്ഞ് മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുവാണ് വേണി. ഇപ്പൊ പഴയ പോലെ ഒന്നുമല്ല, മുത്തശ്ശിക്കും അതുപോലെ തന്നെ വേണിക്കും അങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് കാണിക്കുന്നത് മഹാദേവൻ മുറിയിലിരിക്കുന്ന സമയത്ത് തങ്കച്ചി ഇങ്ങനെ പറന്നങ്ങോട്ട് എല്ലുവാണ് അങ്ങോട്ട്. എന്ന് ചോദിച്ചു, എന്നാടി എന്നാന്ന് ചോദിക്കുവാണ്. ഇന്ന് ഇവിടെ ഇരുന്നു, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. അല്ല നിനക്കിപ്പോൾ എന്താ പ്രത്യേകിച്ച് എന്താ പറ്റിയെന്ന് ചോദിക്കുവാണ്. അല്ല ഇവിടെ നടക്കുന്ന വല്ല അറിയുന്നുണ്ടോ? ഇവിടെ എന്താ നടക്കുന്നത്? ഇതേ അവനും അവളും കൂടെ എങ്ങോട്ടോ ടൂർ പോകാൻ പോകുന്നു, ശങ്കറും ഗൗരിയും കൂടെ. പോട്ടറി പോയിട്ട് വരട്ടെ, അവരുടെ പ്രായമല്ലേ, അവർ നടക്കട്ടെ എന്ന് ചോദിക്കാൻ. ആഹാ, അപ്പൊ അവരെങ്ങനെ നടക്കുന്നതിനൊന്നും കുഴപ്പമില്ലല്ലേ? അപ്പൊ ഞാൻ ഒരുന്ന് പറയുന്നതിനാ കുഴപ്പം. അല്ല ഗൗരിനെ കൂട്ടിക്കൊണ്ട് അവന് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മളവിടെ ഇവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിച്ചു കഴിയുമ്പോഴത്തേനും അവിടെ കൊണ്ടാണ്ട അവൻ ടൂർ പോവാ, അവരൊന്നും കൂടെ അടുത്തോണ്ടിരിക്കുവാന്ന് പറയണേ. ഇടി അവരടുക്കട്ടെ, നിനക്ക് എന്നെ അസൂയ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇതിൽ കൂടുതൽ ഞാൻ ഇനി എങ്ങനെയാ പറയണേന്ന് ചോദിക്കുകയാണ്. അവരിവിടെ ഇല്ലാത്തതല്ലേ നമുക്ക് നല്ലത്, ഇതാ നിന്റെ തലയ്ക്കകത്ത് ബുദ്ധി ഇല്ലാന്ന് പറയണേ. അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. എടി ഗൗരി ഇവിടെ ഇല്ലാതിരിക്കുന്ന കുറച്ച് നാളത്തേക്ക് നമുക്ക് നല്ലത്. 2-3 ദിവസം അവൾ മാറി നിൽക്കട്ടെ, ആ സമയത്ത് നമുക്ക് കുറച്ച് പ്ലാനുകളൊക്കെ തയ്യാറാക്കാനുണ്ടെന്ന് പറയുന്നത്. പ്ലാനുകൾ തയ്യാറാക്കാൻ എന്ത് പ്ലാന്? അത് നമ്മുടെ ശേഖരന്റെ കാര്യത്തിലേ, ശേഖരന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. ഇനി ഇപ്പൊ കമലയ്ക്ക് ഒരു കുഞ്ഞിനെ തരാൻ ഒരിക്കലും കഴിയില്ല. കമലയുടെ വലിയൊരു കുഞ്ഞുണ്ടാവില്ലെന്നല്ലേ പറഞ്ഞേ. അപ്പൊ എന്താ ചെയ്യണ്ടേ? അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ശേഖരനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കണ്ടേ? ശേഖരൻ്റെ ഒരു ജീവിതം ഉണ്ടാകണ്ടേ? ഒരു പേരക്കുഞ്ഞു വേണ്ടേ എനിക്ക്? അപ്പൊ ഇനി അടുത്ത നടപടികൾ അതായിരിക്കും. കമല ഇവിടെ ഇല്ലാത്ത അല്ല ഗൗരി ഇവിടെ ഇല്ലാത്ത സമയത്ത് വേണം ശേഖരന് പെണ്ണ് ആലോചിക്കാനായിട്ട്. അങ്ങനെ നല്ലൊരു അടിപൊളി പെണ്ണിനെ കൊണ്ട് നമുക്ക് ശേഖരന്റെ കല്യാണം അങ്ങ് നടത്തേണ്ടതെന്ന് ചോദിക്കണം. തങ്കച്ചിയുടെ മനസ്സിൽ എടുപൊട്ടി. കൊള്ളാം, ഇത് നല്ല ഐഡിയ എന്ന് പറയണം. ഇതായിരിക്കും മഹാദേവൻ പറഞ്ഞത്. നിനക്ക് ബുദ്ധിയില്ലാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല, നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണണം, അറിയാലോ. ആ സമയത്ത് നമുക്ക് എല്ലാം നടത്തണം എന്ന് പറയാം. അവിടെ ഇല്ലാത്ത സമയം നോക്കി. അത് ശരിയാന്ന് തങ്കച്ചിക്കും തോന്നുവാണ്. പിന്നീട് കാണിക്കുന്ന ബാങ്ക് മാനേജറുടെ അടുത്തിരിക്കുമായിരുന്നു ആദർശ പിന്നെ മാനേജറുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ലീവിന്റെ കാര്യമൊക്കെ. അപ്പൊ മാനേജർ പറഞ്ഞു, നല്ല കാര്യമല്ലേ, 2-3 ദിവസം പോയി ടൂറൊക്കെ പോയിട്ട് വാ. ഈ ബാങ്കിലെ സിറ്റുവേഷനിൽ നിന്ന് ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്തെ, പോയിട്ട് വരാൻ പറയണം. അപ്പൊ ആദർശ പറഞ്ഞു, സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ട് സാറ് വിളിച്ചാൽ മതി, ഞാൻ ലാപ്ടോപ്പും കൊണ്ട് പൊക്കോളാന്ന് പറയണം. അതിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ടൂറ് പോകണം, നമ്മൾ എൻജോയ് ചെയ്യാനാ പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് ലാപ്ടോപ്പും പൊക്കൊണ്ട് പോയിട്ട് ഉള്ള സമാധാനം കളയല്ലേ. പല വീടുകളിൽ സംഭവിക്കുന്നത് എങ്ങനെയാ, നമ്മൾ ജോലിഭാരമൊക്കെ അത് അവിടെ വെച്ചിട്ട് പോരണം, പിന്നെ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് അല്ല അത് കുത്തിപ്പൊക്കേണ്ടത്. പറഞ്ഞ കേട്ടല്ലോ, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കണം, അവരോടൊപ്പം സംസാരിക്കണം, അതാ വേണ്ടേന്ന് പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശനും ഒന്നും ശരിയാന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാനേജർക്ക് കോൾ വരുവാണ്. മാനേജർ അതൊക്കെ എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് ശരി സാറെന്ന് പറഞ്ഞ് ആദർശ് ഇറങ്ങി പോരുവാണ്. ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അങ്ങനെ നോക്കിക്കൊണ്ട് അവിടെ രഞ്ജു നിൽക്കുന്നുണ്ടായിരുന്നു. രഞ്ജു ആദർശനെ കണ്ടപ്പോഴത്തേനും അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, ആദർശേട്ട എത്ര തവണ ഫോൺ വിളിച്ചു, എന്നിട്ട് എന്താ ആദർശേട്ടൻ കോൾ എടുക്കാത്തേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ രഞ്ജു, എനിക്കറിയാം ആദർശേട്ടൻ എന്നോട് ദേഷ്യമല്ലേ, എന്താ ആദർശേട്ട ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ്. രഞ്ജു, നീ എന്നെ വേറൊരു കണ്ണും കൊണ്ട് കാണരുത്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നീ എന്നെ ഫ്രണ്ടായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. എന്നിട്ട് നീ ഇപ്പം അങ്ങനെയാണോ എന്ന് ചോദിക്കുക. ആദർശേട്ടൻ എനിക്ക് ഫ്രണ്ടായിട്ട് കാണാൻ കഴിയില്ല. ആദർശേട്ടൻ എന്നെ എങ്ങനെ വേണമെങ്കിലും കണ്ടോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ആദർശേട്ടനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. ആദർശേട്ടന് എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ഒരു നിർബന്ധം പിടിക്കില്ല, പക്ഷെ ഞാൻ ആദർശേട്ടനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞിട്ട് പതുക്കെ രഞ്ജു ചെയ്യണം. ആ കൈ ഇങ്ങെടുക്കുവാണ്. കൈ ഇങ്ങെടുത്ത് വെച്ച് ഉമ്മ വെക്കാൻ തുടങ്ങുവാണ്. ആകെപ്പാടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് ആദർശ്. അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.